ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്ത്യ രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആചരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള നമ്മുടെ രാജ്യം ദീർഘകാലം വൈദേശിക ആധിപത്യത്തിലായിരുന്നു. അതിൽ നിന്ന് മോചനം ലഭിക്കുകയും സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഏറ്റവും വലിയ ചേരിചേരാ രാഷ്ട്രമായി മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും മുകളിൽ സ്ഥാനമുറപ്പിക്കാൻ മാത്രം യോഗ്യത നമുക്ക് ലഭിക്കും എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തെ നാം നെഞ്ചിലേറ്റിയപ്പോൾ അതിൻ്റെ 78ാമത് ദിനം കടന്നു വരുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് അടിമത്വത്തിൻ്റെ ഭീകരമായ മുഖങ്ങളാണ്. വീണ്ടും ആ ഭീകരത വരാതിരിക്കാൻ എന്തൊക്കെയാണോ ഈ രാജ്യത്തെ പൗരന്മാർ ചെയ്യേണ്ടത് അത് ചെയ്യുമെന്ന പ്രതിജ്ഞയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് വേണ്ടത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ആരെയും അനുസരിക്കുകയില്ല എന്നല്ല. അനുസരിക്കേണ്ടവരെ അനുസരിക്കും, മാതാപിതാക്കളെ അനുസരിക്കും, ഗുരുനാഥന്മാരെ അനുസരിക്കും, രാഷ്ട്രത്തിൻ്റെ നായകന്മാരെ അനുസരിക്കും, ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ബോസിനെ അനുസരിക്കും. അങ്ങനെ അനുസരിക്കേണ്ട സന്ദർഭത്തിൽ അനുസരിച്ചുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നാം ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുമ്പോൾ അത് പിന്നെ ഏത് സ്വാതന്ത്ര്യമാണ്? നമ്മുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഏതെല്ലാം ഇടപെടലുകൾ ഏത് വലിയവരിൽ നിന്ന് വന്നാലും ശരി, അവിടെ നാം വഴങ്ങിക്കൊടുക്കുകയില്ല. നമ്മുടെ വിജയത്തിനും പുരോഗതിക്കും വേണ്ടി ആരെല്ലാം നമ്മോട് നല്ലത് കൽപ്പിക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ ഉപദേശിക്കുന്നുവോ അത് നാം സ്വീകരിക്കും. അത് നാം സ്വീകരിച്ചു പോന്ന സ്വാതന്ത്ര്യം എന്ന നിലപാടിന് വിരുദ്ധമല്ല. നാം ജനിച്ചത് നമ്മുടെ ഇഷ്ടപ്രകാരമാണോ? അല്ല. മാതാപിതാക്കൾ എന്ന് നാം വിളിക്കുന്ന ആളുകൾ നാം തിരഞ്ഞെടുത്ത മാതാപിതാക്കളാണോ? അല്ല. നമുക്ക് ജനിക്കുന്ന കുട്ടികൾ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലാണോ അവർ ജനിച്ചത്? അല്ല. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതും ലഭിക്കാനുള്ളതുമായ കാര്യങ്ങളെല്ലാം ഈ പ്രകൃതിയിൽ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. അതനുസരിച്ചുള്ളത് ലഭിക്കുമ്പോൾ നാം അത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നല്ലതിനെ ഇഷ്ടപ്പെടണം, നല്ലവരെ ഇഷ്ടപ്പെടണം, നന്മകൾ തരുന്ന അള്ളാഹുവിനെയും നാം ഇഷ്ടപ്പെടണം. അതേ സമയത്ത് നമ്മെ നശിപ്പിക്കാനും നമ്മെ പ്രയാസപ്പെടുത്താനും കടന്നു വരുന്ന ആളുകളുടെ ഉപദേശങ്ങൾ നാം സ്വീകരിക്കുകയില്ല. മറ്റുള്ളവരെ അവലംബിച്ചുകൊണ്ട് ചില വിഷയങ്ങളിൽ നാം ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളല്ല, മറിച്ച് ആ ഉപദേശങ്ങളുടെ മൂല്യമാണ് നാം പരിഗണിക്കേണ്ടത്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചിന്തകൾ കടന്നു വരുന്ന സമയത്ത് ഞാൻ ആരെയും അംഗീകരിക്കുകയില്ല എന്ന ധിക്കാരപരമായ നിലപാടുകൾ ഇന്ത്യയിലെ ഒരു പൗരനിലും ഉണ്ടാവാൻ പാടില്ല. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥമായ ഉള്ളടക്കം എന്ന് ഈ സമയത്ത് നാം തിരിച്ചറിയുകയും ജനിച്ചു എന്നതിൻ്റെ പേരിൽ ദുഃഖത്തിൽ കഴിയേണ്ടി വരുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുള്ള നമ്മുടെ ഈ രാജ്യത്ത് അവരെ ഇരുട്ടിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പ്രകാശത്തിൻ്റെ കൈത്തിരിയുമായി മുന്നോട്ട് നീങ്ങുന്ന മർക്കസു സഖാഫത്തി സുന്നിയ, ആ സ്ഥാപനത്തിന് നമ്മുടെ എല്ലാവരുടെയും പിന്തുണയും സഹായങ്ങളും നൽകി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ മർക്കസിൻ്റെ എല്ലാ സാരഥികളോടും ഇവിടെയുള്ള സ്റ്റാഫിനോടുമൊപ്പം നമ്മുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യ ദിനാശംസകൾ ഇവിടെ നമുക്ക് പങ്കുവെക്കാം. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.